എല്ലാവർക്കും ഫ്യൂസെറ്റ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്ത് ആക്കുളം NH ബൈപ്പാസിലാണുള്ളത്. നമ്മുടെ NH66-ൻ്റെ ഫ്രണ്ടിലാണുള്ളത്. എൻ്റെ പുറകെ കാണുന്നതാണ് നമ്മുടെ ലുലു മോളിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ലോക്ക്ഡൗണിനൊക്കെ മുന്നേ നമ്മൾ ലുലു മോളിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുത്തിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണ് അതിൻ്റെ അവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇത് കണ്ടില്ലേ, എൻ്റെ പുറകെ കാണുന്നതാണ് നമ്മുടെ ലുലു മോൾ. ഏകദേശം 20 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ലുലു മോള് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണി നടക്കുന്നുണ്ട്. 6 നിലകളായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഏകദേശം 300-ലധികം നാഷണലും ഇൻ്റർനാഷണലും ബ്രാൻഡ്സ് ഇവിടെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ 12 മൾട്ടിപ്ലെക്സ് ആണ് വരുന്നത്. 12 മൾട്ടിപ്ലെക്സ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 12 മൾട്ടിപ്ലെക്സ് എന്ന് പറയുമ്പോൾ എന്ത് വലിയൊരു ബിൽഡിങ്ങാണ് ഈ വരുന്നത്. 20 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിങ്ങാണ് ഈ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം നമ്മുടെ ലോക്ക്ഡൗൺ ആയി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൗൺ ആയിട്ടും ഇവിടെ പണി നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഷൂട്ട് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹെൽമെറ്റ് ഇല്ലാതെ ഇതിന് ഉള്ളിലേക്ക് കയറ്റില്ല. പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു ബിൽഡിങ്ങൊക്കെ ആകുമ്പോൾ ഒരു പണി നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മുടെ തലയിലേക്ക് വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ളിലേക്ക് കയറ്റില്ല. സ്ട്രിക്ട്ലി ആരെയും അകത്തേക്ക് കയറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും ഇതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് കാണണം, എന്താണ് സംഭവം എന്നൊക്കെ കാണാൻ പറ്റുന്ന ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ അത് സാധിക്കില്ല. കാരണം പ്രത്യേകിച്ച് എഴുതിയിട്ട് ഒരു കോഷൻ, ഒരു ഹെൽമെറ്റിൻ്റെ പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അകത്ത് കയറി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റിയോട് ചോദിച്ചു കയറി കാണാൻ പറ്റുമോ. അപ്പോൾ ഇതാണ് സെക്യൂരിറ്റി റീസൺ. അവർ പറഞ്ഞതാണ് നമുക്ക് കയറി കാണാൻ പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും. കാരണം മോളിൽ നിന്ന് ട്രെയിൻ കണ്ടോ, നിങ്ങളിത് കണ്ടോ, ഈ ട്രെയിനിൽ ഓരോ സാധനങ്ങളെടുത്ത് അവരിങ്ങനെ മൂവ് ചെയ്ത് മാറ്റുന്നുണ്ട്. അത്രയും വലിയ എക്യുപ്മെൻറ്റ്സൊക്കെയാണ് മാറ്റുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ചെറിയ സാധനമൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അകത്ത് കയറാൻ പറ്റില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ലുലു മോൾ. ട്രിവാൻഡ്രത്തുകാർക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം. അത്രയും വലിയൊരു ബിൽഡിങ്ങാണ് ട്രിവാൻഡ്രത്ത് വരുന്നത്. നിങ്ങൾക്കറിയാം, ട്രിവാൻഡ്രത്ത് നമ്മുടെ ആകെ ട്രാവൻകൂർ മോള് മാത്രമാണ് ട്രിവാൻഡ്രത്തുള്ളത്. ആ ട്രാവൻകൂർ മോള് വന്നിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതിനുശേഷം വരുന്ന രണ്ടാമത്തെ മോളാണ് ലുലു മോൾ. 20 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ 12 മൾട്ടിപ്ലെക്സ് ഉണ്ട്. പിന്നെ ഏകദേശം 2 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ സൂപ്പർ മാർക്കറ്റ് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരുപാട് വലിയ ബിൽഡിങ്ങാണ്. ഇതിൻ്റെ കുറച്ച് സംഭവങ്ങൾ 6 നിലയേ ഉള്ളൂ. പക്ഷേ ഇത് വലിയ ഒരു ലെങ്ത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ആക്കുളം ബൈപ്പാസിലാണ്. NH66-ൽ നമ്മുടെ ടെക്നോ പാർക്ക് എത്തുന്നതിന് മുന്നെയാണ്. ഈ ആക്കുളം പാലമാണ് അടുത്ത് കാണുന്നത്. അത് ആക്കുളം പാലം എത്തുന്നതിന് തൊട്ട് മുന്നെയാണിത്. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ടെക്നോ പാർക്ക് വരുന്നത്. ഈ പോകുന്ന വഴി നമ്മുടെ കോവളം റൂട്ട് പോകുന്ന വഴിയാണ്. കോവളം തിരുവല്ലം ആ റൂട്ട് പോകുന്ന വഴിയാണ്. അത് നമ്മൾ ഈ കാണുന്നത് കൊല്ലത്തുനിന്ന് വരുന്ന വഴിയാണ്. അവിടുന്ന് വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ഈ നമ്മുടെ ലുലു മോൾ വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഇവർക്കൊരു കൺവെൻഷൻ സെൻറ്റർ അപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണി തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങുന്നേ ഉള്ളൂ.
കണ്ടത് ലുലു മോളിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഈ പുറകിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അവരുടെ കൺവെൻഷൻ സെൻ്ററാണ്. അപ്പോൾ അതിൻ്റെ പണി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അത് ഉദ്ഘാടനം വരിക. എന്തായാലും ഇത് രണ്ടും നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മോള് കുറവാണ്. നമുക്ക് ആകെ നമ്മുടെ ട്രിവാൻഡ്രം മോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലുലു മോൾ വരുമ്പോൾ ഭയങ്കര നമ്മൾ ശരിക്കും പറഞ്ഞാൽ പല ആൾക്കാരും ട്രിവാൻഡ്രത്ത് നിന്ന് വണ്ടി എടുത്ത് കൊച്ചി പോയി ലുലു മോൾ കറങ്ങി വരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഇപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ട്രിവാൻഡ്രത്ത് മോൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര സൂപ്പറായിട്ട് അഭിമാനിക്കുകയാണ്. അത് മാത്രമല്ല നമ്മൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്. പിന്നെ അതെ നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്തൊരു വാക്ക് വേ ഉണ്ട്. ആ വാക്ക് വേ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടോ, നല്ല കിടിലം വ്യൂ ആണ്. ഈ വാക്ക് വേയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് നമ്മുടെ വണ്ടിയൊക്കെ പോകുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ ഒരു ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണാം. കാരണം നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ വണ്ടി പോകുമ്പോൾ ആ ഹൈവേ നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങ് ഓടിച്ചു പോകും. പക്ഷേ ഇതിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ ഈ മുകളിൽ നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എൻ്റെ പുറകെ കൊണ്ടുവന്നത് ഇത് കണ്ടോ. പണി നടക്കുന്നതിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ മുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വളരെ കുറച്ച് പണികളൊക്കെ നടക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ കണ്ടോ, അതെ ഇപ്പോൾ നമ്മുടെ ലുലു മോളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വർഷം നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം ഈ ഒരു ലോക്ക്ഡൗണും പ്രശ്നങ്ങളും ഈ കൊറോണയുടെ ഒരു പ്രശ്നമൊക്കെ ആയതുകൊണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ മിക്കവാറും ഒരു പകുതിയോടുകൂടി ഇത് ഓപ്പൺ ആവാനാണ് സാധ്യത. അപ്പോൾ അത് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അതായത് ലേറ്റസ്റ്റ് അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാം. നല്ലോണം പണി നടക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞ ലോക്ക്ഡൗണിന് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരിക്കും. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ വർക്കിൻ്റെ പ്രോഗ്രസ്സാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത്. നമുക്കെല്ലാവർക്കും ട്രിവാൻഡ്രത്തുകാർക്ക് എന്നല്ല, നമ്മൾ കേരളീയർക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കൊച്ചി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലുലു മോള് ട്രിവാൻഡ്രത്താണ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ഐക്കൺ ഞെക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കും.